വയനാട് DCC ട്രഷറർ NM വിജയനെ കോൺഗ്രസ് കോടതിയിൽ മോശമായി ചിത്രീകരിച്ചുവെന്ന് CPIM വയനാട് ജില്ലാ സെക്രട്ടറി MK റഫീഖ് 24നോട്. അഴിമതിക്ക് ഉത്തരവാദി NM വിജയൻ മാത്രമാണ് എന്നാണ് വാദിച്ചത്. മുൻകൂർ ജാമ്യം ലഭിച്ചുവെന്ന് കരുതി IC ബാലകൃഷ്ണൻ MLA പ്രതിയല്ലാതാകുന്നില്ല എന്നും MK റഫീഖ് പറഞ്ഞു. സമയബന്ധിത കസ്റ്റഡിയിൽ അടുത്ത 3 ദിവസങ്ങളിലായി അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ ഹാജരാകണം ഉൾപ്പെടെയുള്ള കർശന ഉപാധികളോടെയാണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അതോടുകൂടി കേസ് ഇല്ലാതാവുന്നില്ല. കോടതിയിൽ NM വിജയേട്ടനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും വളരെ മോശമായി ചിത്രീകരിക്കുന്ന രൂപത്തിലാണ് ജാമ്യം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള വാദമുഖങ്ങൾ ഇവർ മുന്നോട്ട് വെച്ചത്. ഈ അഴിമതിയുടെയും ഈ പണമിടപാടിൻ്റെയും എല്ലാം ഉത്തരവാദി ശ്രീമാൻ NM വിജയൻ മാത്രമാണ് എന്ന രൂപത്തിൽ പറഞ്ഞുകൊണ്ടുള്ള ഒരു വാദമാണ് അവർ നടത്തിയത്. കോടതിയിൽ അവർ നടത്തിയ ആ വാദം കോൺഗ്രസ് ഉറച്ചു നിൽക്കുന്നുണ്ടോ? CPIM ആരോപണം കോൺഗ്രസ് തള്ളി. താൻ എങ്ങനെ പ്രതിയായി എന്നറിയില്ല എന്നും നാളെ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുമെന്നും DCC പ്രസിഡന്റ് ND അപ്പച്ചൻ 24നോട് പറഞ്ഞു. എങ്ങനെ സംഭവിച്ചുവെന്ന് എനിക്കറിയില്ല. ഇത്തരം വിഷയവുമായി ഞാനൊരിക്കലും ബന്ധപ്പെട്ടിട്ടില്ല. അയാൾ എഴുതി വെച്ച കത്തിൽ പരാമർശിക്കപ്പെട്ട കാര്യങ്ങളല്ലേ ഇപ്പോൾ നമ്മൾ കോടതി കണ്ടത്. അതിൽ നമ്മൾ കുറ്റക്കാരനല്ലെന്ന് മനസ്സിലായതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കോടതി എനിക്ക് ജാമ്യം അനുവദിച്ച് വന്നിരിക്കുന്നത്. ഇനി അതിനോട് ഫർദറായിട്ടുള്ള അന്വേഷണങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നടക്കട്ടെ. അതിനൊന്നും എതിർക്കുന്നില്ല. അക്കാര്യത്തിൽ 100% ഇക്കാര്യത്തിൽ നിയമത്തിന് മുമ്പിൽ നമ്മളെന്നും നീതിപൂർവമായി അവരോടൊപ്പം സഹകരിക്കാനും ഇത്തരം കാര്യങ്ങൾ സത്യാവസ്ഥ പുറത്തു വന്നോട്ടെ എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. സമീർ ബിൻ കരീം വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് ചേരുന്നുണ്ട്. സമീർ, കോടതിയിൽ നിന്ന് ഒരു താൽക്കാലിക ആശ്വാസം എന്ന നിലയിൽ കോൺഗ്രസ് നേതാക്കൾക്ക് ആശ്വസിക്കാവുന്നതാണ്. പക്ഷേ വലിയ രീതിയിലുള്ള പ്രതിഷേധം, വിമർശനം തുടരുന്നുണ്ട് CPIM നേതൃത്വം. ഇതിന്റെ അന്വേഷണം ഇപ്പോൾ ഏത് ഘട്ടത്തിലെത്തി നിൽക്കുന്നു? കോൺഗ്രസ് ഒടുവിലായി വിശദീകരിക്കുന്നത് എന്താണ് സമീർ? റിജിത്ത്, അന്വേഷണം നിലവിൽ ക്രൈംബ്രാഞ്ചിന് കൈമാറാനുള്ള നീക്കത്തിലാണ്. ഇന്നൊരു പക്ഷേ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തേക്കും. അതിനുശേഷമായിരിക്കും ഈ അന്വേഷണ സംഘത്തിന് മുൻപിൽ ഈ IC ബാലകൃഷ്ണൻ MLAയും ND അപ്പച്ചനും ഹാജരാവുക. ഏതായാലും ഇന്നലെയാണ് ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കൾക്ക് മുൻകൂർ ജാമ്യം ലഭിച്ചത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇന്ന് CPIM ആരോപണവുമായി രംഗത്ത് വരുന്നത്. CPIM വയനാട് ജില്ലാ സെക്രട്ടറി MK റഫീഖ് പറയുന്നത് ഇന്നലെ ജാമ്യവുമായി ബന്ധപ്പെട്ട വാദത്തിൽ ഈ വിജയനെയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ കുടുംബത്തെയും മോശമാക്കിയാണ് കോൺഗ്രസ് നേതാക്കൾ ചിത്രീകരിച്ചത്. പ്രത്യേകിച്ച് ഈ സാമ്പത്തിക ഇടപാടും അഴിമതിയുമായി ബന്ധപ്പെട്ട് നിലവിൽ NM വിജയന് മാത്രമാണെന്ന് ഉത്തരവാദിത്തം NM വിജയന് മാത്രമാണെന്നായിരുന്നു കോൺഗ്രസിന്റെ വാദം നടന്നത് എന്നുള്ളതായിരുന്നു. അതോടൊപ്പം തന്നെ എന്നാൽ കോൺഗ്രസ് നേതാക്കൾ വീട്ടിൽ വന്ന് അദ്ദേഹത്തെ കുടുംബത്തോട് പറഞ്ഞ് തങ്ങൾ പാർട്ടി കുടുംബത്തോടൊപ്പമാണെന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കണമെന്നുള്ളതായിരുന്നു CPIMന്റെ ആവശ്യം. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ കേസിൽ 2ാം പ്രതി കൂടിയായിരിക്കുന്ന DCC പ്രസിഡന്റ് ND അപ്പച്ചൻ പ്രതികരിച്ചത്. അദ്ദേഹം പറയുന്നത് നിലവിൽ അത്തരം ഒരു മോശമായി ചിത്രീകരിക്കുന്ന തരത്തിലുള്ള ഒരു വാദവും കോടതിയിൽ നടത്തിയിട്ടില്ല. പാർട്ടി പൂർണ്ണമായും ഈ NM വിജയന്റെ കുടുംബത്തോടൊപ്പമാണ്. അതോടൊപ്പം തന്നെ ഏത് അന്വേഷണവുമായി സഹകരിക്കുമെന്നുള്ളതുമാണ് ND അപ്പച്ചൻ വ്യക്തമാക്കുന്നത്. നാളെയായിരിക്കും ND അപ്പച്ചൻ ഈ അന്വേഷണ സംഘത്തിന് മുൻപിലേക്ക് ഹാജരാവുക എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. റിജിത്ത്. ശരി, സമീർ ബിൻ കരീം വിവരങ്ങൾ നൽകുകയായിരുന്നു വയനാട്ടിൽ നിന്ന്.